1 മുതൽ 11 വരെയുള്ള വിഷയം കൗൺസിലിംഗ് വായിക്കുന്നുണ്ട്. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ പൂച്ചയ്ക്ക് മണികെട്ടാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യം ഞാൻ ഔദ്യോഗികമായിട്ട് മേയർ അറിയിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം കൊണ്ട് 50 നായ്ക്കളെ നമ്മുടെ ബെൽറ്റെല്ലാം ധരിപ്പിച്ച് നമ്മൾ തെരുവിൽ നിന്ന് നായ്ക്കളെ പിടിച്ചുകൊണ്ട് പോകുന്ന അതുപോലെ കൊണ്ട് ഷെൽട്ടറിലിട്ടാൽ അവിടെയുള്ള നായ്ക്കൾക്ക് കൂടെ അസുഖം വരും. ഓൾ ദ ഡോഗ്സ് മസ്റ്റ് ബി ടേക്കൺ ഔട്ട് ഫ്രം ദ ഏരിയാസ് ടു ബി സ്റ്റെറിലൈസ്ഡ്, വാക്സിനേറ്റഡ് ആൻഡ് 137 നായ്ക്കൾ കഴിഞ്ഞ 8 വർഷമായിട്ട് അവിടെ അവർ വളർത്തുന്നുണ്ട്. മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്തുള്ള നായ്ക്കളുടെ ശല്യം ആണ്. അത് വളരെ രൂക്ഷമാണ്. അവിടെ വരുന്ന രോഗികളെയും ഡോക്ടർമാരെയും ഒക്കെ ഉപദ്രവിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത് നേരത്തെ ഞാൻ മേയറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അടിയന്തരമായി അതിനെന്തെങ്കിലും ചെയ്യുന്ന വെച്ചാൽ ഒട്ടനവധി നമ്മുടെ ജില്ലയ്ക്ക് പുറത്തുള്ളവർ തന്നെ വന്നു പോകുന്ന സ്ഥലമാണ്. ഒട്ടനവധി രോഗികൾക്ക് വരുന്ന സ്ഥലമാണ്. അവിടെ രൂക്ഷമായ പ്രശ്നമാണ്. അതിന് മേയർ അടിയന്തരമായി ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ കാട്ടായിക്കുളം കൗൺസിലർ ഒരു വിഷയം ഉന്നയിച്ചു. അവർക്ക് കുറച്ച് നേരത്തെ പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇപ്പം തന്നെ മറുപടി പറഞ്ഞിരിക്കാം. അതായത് ഇപ്പോൾ കുടിവെള്ള പ്രശ്നത്തിന് നമ്മൾ നാളെ മീറ്റിംഗ് തീരുമാനിച്ചു. ഈ തെരുവുനായി പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പൂച്ചയ്ക്കാര് മണികെട്ടും എന്നുള്ളൊരു ചോദ്യം നിൽക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൽ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ പൂച്ചയ്ക്ക് മണികെട്ടാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യം ഞാൻ ഔദ്യോഗികമായിട്ട് മേയർ അറിയിക്കുകയാണ്. തീരുമാനിച്ചു എന്നല്ല, പൂച്ചയ്ക്ക് മണി കെട്ടി. നമ്മൾ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ ഒരുമിച്ച് നടത്തിയ ചില പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഇന്നലെ വൈകുന്നേരം കൊണ്ട് നമ്മുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും പിടിച്ച 50 തെരുവ് നായ്ക്കളെ നമ്മൾ പൂവാറിലുള്ള ഒരു ഷെൽട്ടറിലേക്ക് മാറ്റി. ആ തെരുവ് നായ്ക്കളെ മാറ്റുന്നതിന് മുൻപ് കോർപ്പറേഷൻ സെക്രട്ടറിയും ഡെപ്യൂട്ടി മേയറും ഉൾപ്പെടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്ത ഒരു യോഗം നടത്തിയിരുന്നു. അതിൽ നായ്ക്കളെ വളർത്തുന്ന വിവിധ സംഘടനകളെ 4 സംഘടനകൾ പങ്കെടുത്തിരുന്നു. അവിടെ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അനിമൽ വെൽഫെയർ ബോർഡിൻ്റെ ചുമതലപ്പെട്ടവർ നായ്ക്കളെ പാർപ്പിക്കാൻ തയ്യാറായ ഷെൽട്ടറുകൾ സന്ദർശിക്കുവാനും അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി വിവരങ്ങൾ നൽകുവാനും തീരുമാനിച്ചു. അങ്ങനെ അവർ ഇപ്പോൾ അടിയന്തരമായി കുറച്ച് നായ്ക്കളെ പാർപ്പിക്കാൻ തയ്യാറായ നോട്ടി പെറ്റ്സ് പൂവാറിലുള്ള അവർക്ക് അടിയന്തരമായിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട നായ്ക്കളെ കൊടുക്കുവാൻ വേണ്ടി അന്നത്തെ യോഗം തീരുമാനമെടുത്തു. അതിൻ്റെ മിനിറ്റ്സ് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉദ്യോഗസ്ഥർ അവിടെ സന്ദർശിക്കുകയും അവിടുത്തെ സ്ഥിതിഗതികൾ തൃപ്തികരമെന്ന് വിലയിരുത്തുകയും ചെയ്തു. 137 നായ്ക്കൾ കഴിഞ്ഞ 8 വർഷമായിട്ട് അവിടെ അവർ വളർത്തുന്നുണ്ട്. 8 വർഷമായിട്ട് 137 ഇല്ല, ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇപ്പം 137 നായ്ക്കളുണ്ട്. അതിൻ്റെ ഹെൽത്ത് കണ്ടീഷനൊക്കെ കറക്റ്റാണ്. നമ്മുടെ ഡോക്ടർമാരും അത് വിലയിരുത്തി, നമ്മുടെ ഡോക്ടറും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പേരുക്കട മെൻ്റൽ ഹോസ്പിറ്റൽ ഭാഗത്തു നിന്ന് പിടിച്ച 9 നായ്ക്കൾ, ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് 5, മെഡിക്കൽ കോളേജിൽ നിന്ന് 3, യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നുള്ള 2, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള 11, കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള 3, കരിക്കൽ ടെമ്പിളിൻ്റെ ഭാഗത്തു നിന്നുള്ള ഹൈവേ സൈഡിൽ നിന്നുള്ള 1, വട്ടിയൂർക്കാവ് പോളിടെക്നിക്കൽ കോളേജിൽ നിന്നുള്ള 4, വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് 5, ശ്രീകാര്യം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 4, കഴക്കൂട്ടം ഹൈവേ സൈഡിൽ നിന്ന് 3, അങ്ങനെ 50 നായ്ക്കളെ, ഇത്രയും സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ച 50 നായ്ക്കളെ ABC ചെയ്ത് വാക്സിൻ കൊടുത്ത് അതിന് ടിക് ഫീവർ, അതായത് ചെള്ള് പനിയെന്ന് മലയാളത്തിൽ പറയും, അതിനുള്ള മരുന്നും കൊടുത്തതിന് നിരീക്ഷണം നടത്തിയതിന് ശേഷം പല ദിവസങ്ങളിലായി ഇന്നലെ വൈകുന്നേരം കൊണ്ട് 50 നായ്ക്കളെ നമ്മുടെ ബെൽറ്റെല്ലാം ധരിപ്പിച്ച് പൂവാറിലുള്ള ഷെൽട്ടറിൽ പാർപ്പിച്ചിട്ടുണ്ട്. ഈ ഷെൽട്ടർ ഉടമസ്ഥരും നഗരസഭയ്ക്ക് വേണ്ടി ഡോക്ടറും തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട്. അവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണം കെനിയൻ ക്രീക്ക് എന്ന് പറയും. സാധാരണ ഇറച്ചി ഒന്നുമല്ല കൊടുക്കുന്നത്, അതിനേക്കാൾ ക്വാളിറ്റിയുള്ള ഫുഡാണ് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനാവശ്യമുള്ള മെഡിസിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ആ ഷെൽട്ടർ ഉടമസ്ഥനും അതോടൊപ്പം തന്നെ ഡോക്ടറും ഉൾപ്പെടുന്ന നമ്മുടെ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടുന്ന ടീം മാധ്യമ സുഹൃത്തുക്കളെ കണ്ട് ഈ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇതിനെ ഡിവേം, അതായത് നമ്മൾ തെരുവിൽ നിന്ന് നായ്ക്കളെ പിടിച്ചുകൊണ്ട് പോകുന്ന അതുപോലെ കൊണ്ട് ഷെൽട്ടറിലിട്ടാൽ അവിടെയുള്ള നായ്ക്കൾക്ക് കൂടെ അസുഖം വരും. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം തന്നെ ഡിവേം ചെയ്യാൻ വേണ്ടി വിര ശല്യം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട്. ചിലതിലൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള മെഡിക്കേഷൻ വേണം. അക്കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 20 ദിവസം ഈ ട്രീറ്റ്മെൻറ്റ് തുടരാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്.
ഇനി പ്രാവോ എന്നൊക്കെ പറയുന്ന തെരുവിൽ ജീവിക്കുന്ന നായ്ക്കൾക്ക് പിടിക്കുന്ന അസുഖമുണ്ട്. അതിനൊക്കെ തന്നെ കൃത്യമായിട്ട് മെഡിസിൻ ചെയ്യാനുള്ള മെഡിസിൻ ഉൾപ്പെടെ നമ്മളവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് 50 തെരുവ് നായ്ക്കളെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് കിട്ടിയ വിവരങ്ങളനുസരിച്ചാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നായ്ക്കളെ ഷെൽട്ടർ ചെയ്യുന്നത്. അത് തിരുവനന്തപുരം കോർപ്പറേഷൻ വളരെ വിജയകരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽസ് ഇന്ന് ഉച്ച മുതൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. വരാൻ പോകുന്ന ദിനങ്ങളിൽ നമ്മൾ NGOസുമായിട്ടും അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ സ്വന്തമായിട്ട് സാധിക്കുമെങ്കിൽ അങ്ങനെയും തെരുവ് നായ്ക്കളെ എങ്ങനെ ഷെൽട്ടർ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അത് അനിമൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് 2025 11-ാം മാസം ഇറക്കിയ സർക്കുലറിൽ ഉള്ള ഒരു വകുപ്പ് പ്രകാരമാണ്. അതായത് അതിൽ ഡിയിൽ പറഞ്ഞിട്ടുണ്ട്, അതോറിറ്റി ഷാൽ റിമൂവ് ആൾ ദ സ്ട്രേ ഡോഗ്സ് ഫൗണ്ട് വിതിൻ ദ പ്രിമിസസ് ഓഫ് എനി സച്ച് ഏരിയ and shift them to designated animal shelters. All the dogs must be taken out from the areas to be sterilized, vaccinated and then kept in a shelter either maintained by the municipal corporation or in coordination with the local animal welfare organizations. ഞാൻ അവസാനം വായിച്ചതിലാണ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്ത ഷെൽട്ടറിലോ അല്ലെങ്കിൽ അനിമൽ വെൽഫെയർ ഓർഗനൈസേഷൻ, അതാണ് നോട്ടി പെറ്റ്സ് ഡോഗ്, നോട്ടി പെറ്റ് അനിമൽസ് എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് പറഞ്ഞതാണ്. അവരുമായിട്ടോ എഗ്രിമെൻ്റ് എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റിപ്പാർപ്പിക്കാമെന്നുള്ള അനിമൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സർക്കുലർ D പ്രകാരമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ഏജൻസിയായിട്ട് നമ്മളൊരു എഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ ചെയ്തത്. ഇനിയാണ് കാട്ടായിക്കോണം കൗൺസിൽ പറഞ്ഞതിൻ്റെ പ്രസക്തി. ഇതിനെ ഇന്നലെ വരെ കാട്ടായിക്കോണത്ത് നമ്മൾ മാറ്റാൻ പറ്റാത്തത് ഈ നമ്മുടെ ABC സെൻ്ററുകൾ ഫുള്ളായിരുന്നു. അപ്പോൾ ഇപ്പോൾ പൂവാറിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ ABC സെൻ്റർ കുറച്ച് ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ കാട്ടായിക്കോണത്തുള്ള നായ്ക്കളെ ഈ ABC സെൻ്ററിലോട്ട് മാറ്റും. പൂർണ്ണമായിട്ട് ഒരു സ്റ്റെപ്പ് കൊണ്ട് മാറ്റാൻ പറ്റുമെന്ന് ഇപ്പോൾ പറയുന്നില്ല. എനിവേ ജനുവരി മാസത്തിൽ നമ്മൾ മാറ്റുമെന്ന് പറഞ്ഞ് കാട്ടായിക്കോണത്ത് നാളെ ജനുവരി 31 നാളെ മുതൽ കാട്ടായിക്കോണത്തുള്ള നായ്ക്കളെ മാറ്റി തുടങ്ങും. നാളെ രാവിലെ മുതൽ ആരംഭിക്കാനാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരുവ് നായ്ക്കളുടെ കാര്യം ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വരാൻ പോകുന്ന ദിവസം കൂടുതൽ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരാളൊരു 7 ഏക്കർ സ്ഥലം ഒരിടത്ത് നോക്കിയിട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് CSR ഫണ്ട് എന്തെങ്കിലും കിട്ടുമെന്നുള്ളൊരു പരിശ്രമം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്ലോലി മാറ്റാം. അങ്ങനെ എല്ലാ വാർഡിൽ നിന്നും മാറ്റാൻ ഉള്ള പരിശ്രമം നമുക്ക് നടത്താം. ഇതാണ് അക്കാര്യത്തിൽ പറയാനുള്ള മറുപടി. ഡെപ്യൂട്ടി മേയർ. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാസ്സാക്കിയ 1 മുതൽ 11 വരെയുള്ള വിഷയം കൗൺസിൽ മുമ്പാകെ വായിക്കുന്നുണ്ട്. ഓരോ അജണ്ടയായിട്ട് വായിക്കുന്നു. അടുത്ത വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒരെണ്ണം. അത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടേത് കൗൺസിൽ മുമ്പാകെ അവതരിപ്പിക്കുന്നത് പാസ്സായതായി പ്രഖ്യാപിക്കുന്നു. വികസനകാര്യ തിരുവനന്തപുരം നഗരസഭയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് 20 വർക്കിംഗ് ഗ്രൂപ്പ് ജനറൽ ബോഡികൾ മുഖേന ലഭിച്ചിട്ടുള്ള കരട് നിർദ്ദേശം ബഹുമാനപ്പെട്ട കൗൺസിൽ മുമ്പാണ്.